സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത്കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചിമേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഒരു സാംക്രമിക രോഗത്തെ കുറിച്ചാണ്. സാംക്രമിക രോഗങ്ങൾ എങ്ങനെ പടർന്നു പിടിക്കുന്നു എന്ന് ഒരു കഥാരൂപത്തിൽ ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. കഥയുടെ പേരാണ് മരണകാരണം കിം. മരണകാരണം എന്താണ്? പൂർവം കശ്ചന സജ്ജന ആസീത്. പണ്ട് നല്ലവനായ ഒരാളുണ്ടായിരുന്നു. സഹ കഥാപി കസ്യാപി അഹിതം ന കരോതി സ്മ. അദ്ദേഹം ഒരിക്കലും ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. സർവദാ പരഹിതം ഏവ ചിന്തയതി സ്മ. എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടത്തെ മാത്രമാണ് ചിന്തിച്ചിരുന്നത്. അതഹ സാത്വിക ജീവന ബലാത് തേന വിശിഷ്ടാ ശക്തി പ്രാപ്താഹ ആസീത്. ശരിക്കും ഇവിടെ പ്രാപ്തഹയാണ്, ശക്തി പ്രാപ്തഹ ആസീത് എന്നാണ് വേണ്ടത്. പ്രാപ്താഹ എന്നുള്ളത് ബഹുവചനം, ഇത് തെറ്റാണ്. ഇവിടെ ഏകവചനമാണ് വേണ്ടത്, പ്രാപ്തഹ ആസീത്. അതിനാൽ സത്വഗുണസമ്പന്നമായ രീതിയിൽ നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിശിഷ്ട ശക്തി ലഭിച്ചിരുന്നു. ദേഹരഹിതാൻ അഭി ദേവത പിശാചാദീൻ ദ്രഷ്ടും തസ്യ സാമർഥ്യം ആസീത്. ശരീരമില്ലാത്ത ദേവന്മാരെയും പിശാചുക്കളെയും കാണുന്നതിനുള്ള സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഥാചിത് സഹ കാര്യനിമിത്തം അന്യഗ്രാമം ഗച്ഛനാസീത്. ഒരിക്കൽ അദ്ദേഹം ചില കാര്യങ്ങൾക്കായി തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. തഥാ മാർഗേ തേന കാചിത് ക്ഷുദ്രദേവത ദൃഷ്ട. അപ്പോൾ വഴിയിൽ അദ്ദേഹത്താൽ ഒരു ദുഷ്ടദേവത കാണപ്പെട്ടു. തസ്യാഹ ദർശനാത് ഏവ സഹ സാത്വികഃ ജ്ഞാതവാൻ യത് ഏഷാ കാചിത് സാംക്രമിക രോഗസ്യ അധിദേവത ഇതി. അവനെ കണ്ടപ്പോൾ തന്നെ അത് ഏതോ സാംക്രമിക രോഗത്തിന്റെ അധിപയാണെന്ന് ആ സാത്വികന് മനസ്സിലായി. സഹ താം നമസ്കൃത്യ പൃഷ്ടവാൻ ഭവതി കാ കുത്ര ച ഗച്ഛന്തി അസ്തി ഇതി. അദ്ദേഹം അവരെ നമസ്കരിച്ചിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്, എവിടേക്കാണ് പോകുന്നത് എന്ന്. തഥാ സാ ദേവത ഉക്തവതി അഹം പ്ലേഗ് രോഗസ്യ അധിദേവത. ആ ദേവത പറഞ്ഞു, ഞാൻ പ്ലേഗ് രോഗത്തിന്റെ അധിപയാണ്. പാർശ്വസ്ഥം ഗ്രാമം പ്രതി ഗച്ഛന്തി അസ്മി ഇതി. ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ് എന്ന്. പ്ലേഗ് രോഗാധിദേവത യം ഗ്രാമം പ്രവിശതി തസ്മിൻ ഗ്രാമേ മഹതി ജീവഹാനി ഭവിഷ്യതി ഇത് ജാനാതി സ്മ സഹ സാത്വികഃ. പ്ലേഗ് രോഗത്തിന്റെ അധിപ ഏത് ഗ്രാമത്തിൽ പ്രവേശിക്കുന്നുവോ ആ ഗ്രാമത്തിൽ ധാരാളം മരണങ്ങൾ ഉണ്ടാകും എന്ന് ആ സാത്വികന് അറിയാമായിരുന്നു. കിന്തു തസ്യാഹ ദേവതായാഹ ഗമനം നിവാരയിതും തു തസ്യ സാമർഥ്യം ന ആസീത്. എന്നാൽ ആ ദേവതയുടെ പോക്കിനെ തടയുവാനുള്ള സിദ്ധി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. തതഃ സഹ ഗ്രാമസ്യ ഹാനിം ജാനൻ അപി താം നിവാരയിതും അശക്നുവൻ മൗനം അഗ്രേ ഗതവാൻ. അതിനാൽ ഗ്രാമത്തിനുണ്ടാകാൻ പോകുന്ന ദുർവിധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
അവരെ തടയുവാൻ കഴിയാതെ മൗനമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയി. പ്ലേഗ് ദേവത ഗ്രാമം പ്രവിഷ്ടവതി. പ്ലേഗ് ദേവത ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. സർവത്ര പ്ലേഗ് രോഗ പ്രസൃത. എല്ലായിടത്തും പ്ലേഗ് രോഗം വ്യാപിച്ചു. രോഗഗ്രസ്താഹ ബഹവഹ മരണം പ്രാപ്തവന്തഃ. ധാരാളം രോഗികൾ മരണമടഞ്ഞു. സാത്വിക സ്വപ്രാണാപായം അവിഗണയ്യ ജനാനാം സേവാം കൃതവാൻ. സാത്വികൻ സ്വന്തം ജീവനെ പോലും അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ സേവയെ ചെയ്തു. രോഗപ്രസാരസ്യ നിവാരണാർത്ഥം യദ്യത് ആവശ്യകം തത് സർവം കൃതവാൻ സഹ. രോഗം പടർന്നു പിടിക്കുന്നതിനെ തടയുന്നതിന് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം അദ്ദേഹം ചെയ്തു. രോഗ പാർശ്വഗ്രാമേഷു ന പ്രസരേത് ഇത്യതഃ സഹ സമീപസ്ഥേഷു ഗ്രാമേഷു രോഗപ്രതിബന്ധകോപായാൻ കൃതവാൻ. രോഗം അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതിനെ തടയുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. കഥാചിത് ഏതാദൃശം കാര്യം സമാപ്യ സ്വഗ്രാമം പ്രതി ഗച്ഛൻ ആസീത് സഹ. ഈ വിധമുള്ള കാര്യങ്ങളെല്ലാം തീർത്തിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു അദ്ദേഹം. താവതാ ഗ്രാമാത് നിർഗത പ്ലേഗ് രോഗാധിദേവത തസ്യ അഭിമുഖം ആഗത. ഗ്രാമത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പ്ലേഗ് രോഗാധിപ അദ്ദേഹത്തിന് അഭിമുഖമായി വന്നു. താം പൃഷ്ടവാൻ സാത്വിക. അവരോട് സാത്വികൻ ചോദിച്ചു, തൃപ്താ ഖലു ഭവതി. അങ്ങയ്ക്ക് തൃപ്തിയായില്ലേ? ഭവത്യാഹ കാര്യം സമാപ്തം ഖലു ഇത്. അങ്ങയുടെ ജോലി കഴിഞ്ഞല്ലോ അല്ലേ എന്ന്. തഥാ സാ ദേവത ശാന്തസ്വരേണ ഉക്തവതി. അപ്പോൾ ആ ദേവത ശാന്തസ്വരത്തിൽ പറഞ്ഞു, വത്സ അലം കോപേന. മകനെ, കോപിക്കേണ്ട. വയം സർവേ വിധി നിയമാധീനാഹ ഖലു. നമ്മളെല്ലാവരും വിധി നിയമങ്ങൾ അനുസരിക്കേണ്ടവരല്ലേ? അഹം കുത്രാപി സ്വയം ന പ്രവിശാമി. ഞാൻ ഒരിടത്തും സ്വയം പ്രവേശിക്കാറില്ല. എത്ര ജനാഹ സ്വച്ഛതാം ന രക്ഷന്തി അത്രൈവ മമ പ്രവേശ. ജനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് എന്റെ പ്രവേശം. ജനാഹ ഏവ അസ്വച്ഛതാദിഭിഹി മാം സ്വാഗതീകുർവന്തി ഇതി. ജനങ്ങൾ തന്നെയാണ് വൃത്തികേടായ ഇടങ്ങളിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്നത് എന്ന്. തദസ്തു ഏതസ്മിൻ ഗ്രാമേ കതി ജനാൻ യമസദനം പ്രേഷിതവതി ഭവതി. അത് ശരിയാണ്. ഈ ഗ്രാമത്തിൽ എത്ര പേരെ അങ്ങ് യമലോകത്തേക്ക് അയച്ചിട്ടുണ്ട്? ഇതി പൃഷ്ടവാൻ സാത്വിക എന്ന് ചോദിച്ചു സാത്വികൻ. ചത്വാരിംശ ജനാൻ ഇതി ഉത്തരം ദത്തവതി ദേവത. 40 പേരെ എന്ന് ദേവത ഉത്തരം നൽകി. യദത് ശ്രുതവത. ഇത് കേൾക്ക്. സാത്വികസ്യ മഹാൻ കോപ ആഗത. സാത്വികന് അതിയായ കോപമുണ്ടായി. യതഃ ശതാധികാനാം ജനാനാം മരണം സഹ പ്രത്യക്ഷം ദൃഷ്ടവാനാസീത്. ഇതിനോടകം 100-ലധികം ആൾക്കാരുടെ മരണത്തെ അദ്ദേഹം നേരിൽ കണ്ടിരുന്നു. അതഃ സഹ ക്രോധമിശ്രിതേന സ്വരേണ പൃഷ്ടവാൻ. അതുകൊണ്ട് അല്പം ദേഷ്യത്തോടെയുള്ള സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, കിം ഏതത് അസത്യകഥനം ഭവത്യാ. അസത്യമായ വാക്കുകളല്ലേ അങ്ങയുടേത്? ഗ്രാമേ ശതാധികാഹ ജനാഹ മൃതാഹ. ഗ്രാമത്തിൽ 100-ലധികം പേർ മരിച്ചു. ഭവതി വദതി. താങ്കൾ പറയുന്നു, അഹം 40 ജനാനാം മരണസ്യ കാരണം ഇതി. ഞാൻ 40 പേരുടെ മരണത്തിന് മാത്രം കാരണമാണ് എന്ന്. സർവഥാ അനുചിതം ഏതത് ഇതി. ഇത് ഉചിതമല്ല എന്ന്. തഥാ സാ പ്ലേഗ് രോഗാധിദേവത മന്ദഹാസപൂർവകം ഉക്തവതി. അപ്പോൾ ആ പ്ലേഗ് രോഗാധിപ ചെറിയ ചിരിയോടെ പറഞ്ഞു, ശതാധികാഹ ജനാഹ മൃതാഹ ഇതി തു സത്യമേവ. 100-ലധികം ജനങ്ങൾ മരിച്ചു എന്നതാകട്ടെ സത്യം തന്നെയാണ്. കിന്തു മത് കാരണതഃ തന്നാമ രോഗകാരണതഃ 40 ജനാഹ മൃതാഹ ഇത്യപി സത്യമേവ. എന്നാൽ
എന്റെ കാരണം കൊണ്ട് എന്ന് പറഞ്ഞാൽ രോഗകാരണം കൊണ്ട് 40 പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നതും സത്യം തന്നെയാണ്. രോഗകാരണതഃ താവന്തഃ ഏവ മൃതാഹ. രോഗകാരണം കൊണ്ട് അത്രത്തോളം മാത്രമാണ് മരിച്ചത്. അന്യേ സർവേ രോഗഭീതി കാരണതഃ മൃതാഹ. ബാക്കി എല്ലാവരും രോഗത്തോടുള്ള ഭയം കൊണ്ടാണ് മരിച്ചത്. ഭയം കാരണം മരിച്ചു. ബാക്കി എല്ലാവരും രോഗത്തോടുള്ള ഭയം കാരണം മരിച്ചു. മയ അസത്യം കിമപി ന ഉക്തം ഇതി. സത്യമല്ലാത്തത് ഒരിക്കലും എന്നാൽ പറയപ്പെട്ടിട്ടില്ല എന്ന്. ഇതാണ് കഥ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് വ്യാകരണാംശങ്ങളെ നോക്കാം. മരണകാരണം അകാരാന്തഃ നപുംസകലിംഗഃ. മരണകാരണ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. കിം മകാരാന്തഃ നപുംസകലിംഗഃ. കിം സർവനാമ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. പൂർവം അവ്യയം കശ്ചന അവ്യയം. സജ്ജനഃ അകാരാന്തഃ പുല്ലിംഗഃ. സജ്ജന ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. ആസീദ് അസ്ഥാതുഃ ലങ് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. സഹ ദകാരാന്തഃ പുല്ലിംഗഃ. തദ് സർവനാമ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. കദാപി അവ്യയം കസ്യാപി അവ്യയം. അഹിതം അകാരാന്തഃ നപുംസകലിംഗഃ. അഹിത ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ന അവ്യയം കരോതി. കൃ ധാതുഃ ലട്ട് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. സ്മ അവ്യയം സർവദാ അവ്യയം. പരഹിതം അകാരാന്തഃ നപുംസകലിംഗഃ. പരഹിത ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ഏവ അവ്യയം ചിന്തയതി. ചിന്ത ധാതുഃ ലട്ട് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. അതഃ അവ്യയം. സാത്വിക ജീവനബലാത് അകാരാന്തഃ നപുംസകലിംഗഃ. സാത്വക ജീവനബല ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. തേന ദകാരാന്തഃ പുല്ലിംഗഃ. തദ് സർവനാമ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. വിശിഷ്ട ആകാരാന്തഃ സ്ത്രീലിംഗഃ. വിശിഷ്ടാ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. ശക്തി ഇകാരാന്തഃ സ്ത്രീലിംഗഃ. ശക്തി ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. പ്രാപ്താഹ. ഇവിടെ പ്രാപ്താഹ എന്നല്ല പ്രാപ്തഹ എന്നാണ് ശരിക്കും വേണ്ടത്. അവിടെ പ്രാപ്താഹ എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് പ്രാപ്താഹയുടെ പറയുന്നത്. പ്ര ഉപസർഗഃ ആപ് ധാതുഃ പ്രത്യയഃ പ്രാപ്ത ശബ്ദഃ പുല്ലിംഗഃ. പ്രഥമ വിഭക്തി ബഹുവചനം. ഇവിടെ പ്രാപ്തഃ എന്ന് ഏകവചനമാണ് വേണ്ടിയിരുന്നത്. ദേഹരഹിതാൻ കാരാന്തഃ പുല്ലിംഗഃ. ദേഹരഹിത ശബ്ദഃ പ്രഥമ വിഭക്തി ബഹുവചനം. അപി അവ്യയം ദേവതാ ആകാരാന്തഃ സ്ത്രീലിംഗഃ. ദേവതാ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. പിശാചാദീൻ വികാരാന്തഃ സ്ത്രീലിംഗഃ. പിശാചാദി ശബ്ദഃ ദ്വിതീയ വിഭക്തി ബഹുവചനം. ദ്രഷ്ടും ദൃഷ്ടാതുഃ തുമുൻ പ്രത്യയഃ അവ്യയം. തസ്യ ദകാരാന്തഃ പുല്ലിംഗഃ. തദ് സർവനാമ ശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. സാമർഥ്യം അകാരാന്തഃ നപുംസകലിംഗഃ. സാമർഥ്യ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. കദാചിത് അവ്യയം കാര്യനിമിത്തം കാരാന്തഃ നപുംസകലിംഗഃ. കാര്യനിമിത്ത ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. അന്യഗ്രാമം അകാരാന്തഃ പുല്ലിംഗഃ. അന്യഗ്രാമ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ഗച്ഛൻ ഗം ധാതുഃ ശത്രപ്രത്യയഃ. ഗച്ഛത് ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. തഥാ അവ്യയം മാർഗേ അകാരാന്തഃ പുല്ലിംഗഃ. മാർഗശബ്ദഃ സപ്തമി വിഭക്തി ഏകവചനം. തേന ദകാരാന്തഃ പുല്ലിംഗഃ. തദ് സർവനാമ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. കദാചിത് അവ്യയം ക്ഷുദ്രദേവതാ ആകാരാന്തഃ സ്ത്രീലിംഗഃ. ക്ഷുദ്രദേവതാ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. ദൃഷ്ടാ ദൃഷ്ടാതുഃ തപ്രത്യയഃ. ദൃഷ്ടാ ശബ്ദഃ സ്ത്രീലിംഗഃ പ്രഥമ വിഭക്തി ഏകവചനം. തസ്യാഹ ദകാരാന്തഃ സ്ത്രീലിംഗഃ. തദ് സർവനാമ ശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. ദർശനാത് ദൃശ് ധാതുഃ ല്യുട്ട് പ്രത്യയഃ. ദർശന ശബ്ദഃ നപുംസകലിംഗഃ. പഞ്ചമി വിഭക്തി ഏകവചനം. ഏവ അവ്യയം സാത്വികഃ അകാരാന്തഃ പുല്ലിംഗഃ. സാത്വിക ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. ജ്ഞാതവാൻ യത്ത് ജ്ഞാധാതുഃ തവതു പ്രത്യയഃ. ജ്ഞാതവത് ശബ്ദഃ
पुल्लिङ्गः प्रथमा विभक्तिः एकवचनं। दकारान्तः नपुंसकलिङ्गः। यद् सर्वनामशब्दः प्रथमा विभक्तिः एकवचनम्। एषा दकारान्तः स्त्रीलिङ्गः। एतद् सर्वनामशब्दः प्रथमा विभक्तिः एकवचनम्। साङ्क्रमिकरोगस्य अकारान्तः पुल्लिङ्गः। साङ्क्रमिकरोगशब्दः षष्ठी विभक्तिः एकवचनम्। अधिदेवता आकारान्तः स्त्रीलिङ्गः। अधिदेवता शब्दः प्रथमा विभक्तिः एकवचनम्। इति अव्ययम्। तां दकारान्तः स्त्रीलिङ्गः। तद् सर्वनामशब्दः द्वितीया विभक्तिः एकवचनम्। नमस्कृत्य नमः अधिकं कृ धातुः ल्यबन्धम् अव्ययम्। पृष्टवान् प्रच्छ धातुः कवतु प्रत्ययः पृष्ठवत् शब्दः पुल्लिङ्गः प्रथमा विभक्तिः एकवचनम्। भवती ईकारान्तः स्त्रीलिङ्गः। भवती सर्वनामशब्दः प्रथमा विभक्तिः एकवचनम्। का मकारान्तः स्त्रीलिङ्गः। किं सर्वनामशब्दः प्रथमा विभक्तिः एकवचनम्। कुत्र अव्ययम् च अव्ययम्। गच्छन्ति गम् धातुः शत्रप्रत्ययः गच्छन्ति शब्दः स्त्रीलिङ्गः प्रथमा विभक्तिः एकवचनम्। अस्ति അസ്ഥാതുः ലട്ട് ലകാരः പ്രഥമപുരുഷ ഏകവചനം. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ധന്യവാദः.